ഗൈസ്, വെൽക്കം ടു സാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് പൈക്കോയിൻ ലിസ്റ്റിങ്ങും അതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സും കൂടി നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ പൈക്കോയിൻ നാളെ ലിസ്റ്റ് ചെയ്യുമ്പം തന്നെ ഒരുപാട് പേര് എങ്ങനെയാണ് എന്താണ് നമ്മൾ നാളെ എത്രയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നാളെ ഓക്കെ എക്സിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ സെല് ചെയ്യണോ വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ സെൽ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത്. അതിൽ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങളുടെ രീതികൾ എങ്ങനെയാണ്, ഈ കൂടുതൽ കംഫർട്ട് എങ്ങനെയാണ്. നാളെ സാധാരണഗതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട പാട് തന്നെ ഈ വാങ്ങിക്കൂട്ടുന്നവരും ഈ പറയുന്ന അക്യുമുലേറ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യപ്പെടും, ഒരു ലിസ്റ്റ് ചെയ്തതിന് ശേഷം എന്താണ് നോക്കിയിട്ട് സെൽ ഓഫ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും. അപ്പോൾ നാളത്തെ പ്രൈസ് എന്താണ് ലിസ്റ്റിംഗ് പ്രൈസ് എന്നുള്ള ആ ഒരു ആകാംക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, അത് അങ്ങനെ നോക്കിയിട്ട് സെൽ ഓഫ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോർഷൻ എന്ത് ചെയ്യുക, അങ്ങനെ മാത്രം മാറ്റി വെക്കുക. അതുപോലെ തന്നെ വേറൊരു പോർഷൻ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആരൊക്കെയോ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഹൈക്ക് റേഞ്ചിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ബൈ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പെക്റ്റേഷൻ കാരണമായിരിക്കാം, പക്ഷെ അതിലെന്ത് ചെയ്യണം, ഒരു ഹ്യൂജ് ഇന്നലെ തന്നെ ഏകദേശം ഒരു 160 170 റേഞ്ചിലൊക്കെ, പിന്നീട് ഒരു സ്ക്രീൻഷോട്ടിൽ ഇപ്പം അതിൻ്റെ റേറ്റ് കുറച്ചും കൂടി ഡൗൺ ആയിരിക്കും ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ഡൗൺ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്ന് വീണ്ടും നാളെ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈക്കിൽ എന്ത് ചെയ്യപ്പെടാം, ഇന്നും അത്യാവശ്യം ഒരു റേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു പോർഷൻ എന്ത് ചെയ്യാം, നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നില്ല. എന്നാൽ ഒരു റിഗ്രറ്റിൻ്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവുകയേ ചെയ്യില്ല. അതാണ് വേറൊരു പോയിൻ്റ്. അതുകൊണ്ട് പൈ ഹോൾഡേഴ്സ് ഇന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രയാണ് ട്രാൻസ്ഫറബിൾ, എത്രയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. പിന്നെ ഒരുപാട് പേര് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ലോക്ക് ചെയ്തതിൻ്റെ സങ്കടം പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ഗുണകരമായ ഒരു കാര്യമാണെങ്കിലും, ഉദാഹരണത്തിന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിചാരിച്ചതിലധികം കൂടുതൽ റേറ്റിലേക്ക് പോവുകയും നാളെ അത് ലോക്ക് ചെയ്തവർക്ക് ഭയങ്കര ഗുണമായിട്ട് മാറിയെങ്കിലും, അതുകൊണ്ട് ഏതായാലും സംഭവിച്ച സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അധികം എന്ത് ചെയ്യേണ്ട, കൂടുതൽ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. നിങ്ങൾ ലോക്ക് ചെയ്യപ്പെട്ടത് നമുക്ക് അവിടെ ആ ഒരു തോട്ട് അവിടെ മാറ്റി വയ്ക്കും. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണമുള്ളൊരു ഗുണത്തിലായിരിക്കാം എന്ന ഹോപ്പ് നമുക്കവിടെ വെക്കാം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ഇനി നാളെ പറയുന്ന റിലീസാവുന്ന കോയിന് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് പേര് 300 400 എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. വീണ് പോകരുത്. നിങ്ങളുടെ പൈ എന്ത് ചെയ്യപ്പെടാം, ഓട്ടോമാറ്റിക്കലി ഓർ മുക്കാനുള്ള പരിപാടി. നാളെ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരുപാട് പേര് ഹെവി റേറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും അതിലേക്ക് വീണ് പോകരുത്. നിങ്ങൾക്ക് സെൽ ഓഫ്, നിങ്ങൾ ഈ ഓക്കെ എക്സ് ലിസ്റ്റിങ്ങിന് മുമ്പ് നിങ്ങൾക്ക് സെൽ ഓഫ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റബിൾ രീതിയിൽ മാത്രം, അതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ടീം മെമ്പേഴ്സിൽ തന്നെ ഒരുപാട് പേരെ കോൺടാക്റ്റ് ചെയ്യും. എടുക്കാൻ റെഡിയായ ഹൈലി ട്രസ്റ്റബിൾ ടീമുമായിട്ട് ഡീൽ ചെയ്യുകയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഡീൽ ചെയ്ത് കൊടുക്കാം. റിസ്ക് നമ്മൾ ചെയ്തിട്ട് അത് അവരൊരു ഡയറക്റ്റ് നമ്മൾ ഡീൽ ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് ഡീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കാക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് വലിയ റേറ്റിൻ്റെ അടുത്തേക്ക് പോയി നഷ്ടം ഉണ്ടാക്കരുത്. ആ സങ്കട ന്യൂസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ബിറ്റ് കോയിൻ അപ്ഡേറ്റ്സുകൾ നൽകാം. ഇന്നലെ ഏകദേശം 93,800 അല്ലെങ്കിൽ 600 റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പബ്ലിക് ഗ്രൂപ്പിൽ അതിൻ്റെ ചാർട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. കറൻറ്റ്ലി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട സിറ്റുവേഷൻ അല്ല. 97ൻ്റെ ബിലോ വീക്ക്ലി ക്ലോസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ 93ൻ്റെയും 97ൻ്റെ ഇടയിൽ എന്ത് ചെയ്യപ്പെടുന്നു, കൺസോൾഡേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അവിടെ ഒരു ഭയങ്കരമായിട്ട് വോളറ്റിലിറ്റി ഉണ്ടാവും. പക്ഷേ സൂൺ എന്ത് ചെയ്യപ്പെടും, 97 പിടിച്ച് പിന്നെ 101 പിടിച്ച്. എനിക്ക് തോന്നുന്നു സൂൺ ഒരു സെക്കൻഡ് വേവ് വരാനുള്ള സാധ്യതയുണ്ട്. അത്രയും അടുപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ ലിക്വിഡേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും കയറുന്നില്ല എന്നുള്ളൊരു മടുപ്പ് സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് അടുത്ത ലെഗപ്പിലേക്കുള്ള ഒരുപാട് മെസ്സേജ് ഇന്നലെ ഞാൻ കമൻറ്റ് ബോക്സ് കണ്ടിരുന്നു. ബിയർ മാർക്കറ്റിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാലം 60K അല്ലെങ്കിൽ 69K ഉണ്ടാകുമ്പോഴും ഇതുപോലുള്ള മെസ്സേജുകൾ ഞാൻ കണ്ടിരുന്നു. നമ്മൾ എപ്പോഴാണോ ബുൾ മാർക്കറ്റ് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് സ്റ്റാർട്ടായി എന്ന് തോന്നുമ്പോഴാണ് അടുത്ത ലെഗപ്പ് ഉണ്ടാവുക. അത് നമ്മൾ 60Kയിൽ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ബുൾ സൈക്കിൾ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇനിയും സമയമുണ്ട്. പണ്ട് ഇതുപോലെയല്ല, ഈ 2013 17 18 ആഴ്ചയൊക്കെ ഈ ഡൗൺ ട്രെൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ഈ രീതിയിൽ ഇതൊന്നും ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണെന്നുള്ള തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. ഇതിനു മുമ്പും ഇതിനേക്കാൾ വേഴ്സായിട്ടാണ് ഉണ്ടായത്. 60 70 80% റേറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുത്തിരിയാണ്, അല്ലെങ്കിൽ ഇത് മറ്റേ ബിയർ മാർക്കറ്റിലേക്കാണ് പോകുന്നുള്ള ധാരണ വേണ്ട എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ടെൻഷൻ ഇല്ലാണ്ട് ഒഴിവാക്കുക. ഓക്കെ, ബൈ.